എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആഹ്, ധന എന്നൊരു സംവിധായകൻ്റെ സംവിധാനത്തിൽ വന്ന 'ഹിറ്റ്ലർ' എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ വന്നിട്ട് ഒരു മലപ്രദേശത്ത് കുറച്ച് പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു. അവർ പോയിരിക്കുന്നത് വന്നിട്ട് ഒരു കാട്ടാറ് കടന്നാണ് പോയിരിക്കുന്നത്. പോകുമ്പം അതിൽ വെള്ളം വളരെ കുറവായിരിക്കും. പക്ഷേ അവർ തിരിച്ച് വരുമ്പം അതിൽ വെള്ളം അധികമായിരിക്കും. പക്ഷേ കരയ്ക്ക് കടക്കാൻ കഷ്ടമായിരിക്കും. പുഴയുടെ കുറുകെ വന്നിട്ടൊരു കയറുണ്ടാവും. ശരി, എങ്ങനെയായാലും ഞങ്ങൾക്ക് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഈ കയറ് പിടിച്ച് അവർ കടക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് വരുന്ന വെള്ളത്തിൽ ഇവരെ മൊത്തം അടിച്ചിട്ട് പോകും. അവിടെ കട്ട് ചെയ്യുന്നു. ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അടുത്ത സീൻ കാണിക്കുന്നു. സിറ്റിയിൽ വന്നിട്ട് എന്താ പറയുക, എലക്ഷൻ വരുന്ന പോലെ ഒരു സീൻ കാണിക്കുന്നു. അതിൽ വന്നിട്ട് നമ്മുടെ ശരൺ രാജിനെയാണ് കാണിക്കുന്നത്. ശരൺ രാജിന് തീർച്ചയായും വന്നിട്ട് ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ കാണിക്കുന്നു. അതിന് വന്നിട്ട് അയാൾ നിൽക്കുന്ന മണ്ഡലത്തിലേക്ക് കുറച്ച് പൈസ കൊണ്ടുവരുന്നു. അത് വന്നിട്ട് സിറ്റി വഴി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുറുക്ക് വഴിയിൽ കൂടെ കൊടുത്തു വിടുന്നു. ഒരു 250 കോടി. അത് വന്നിട്ട് കൊണ്ടുവരുന്ന വഴിയിൽ മിസ്സാവുന്നു. നമ്മുടെ ഹീറോ വന്നിട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു 5-6 പെൺപിള്ളേർ മഴവെള്ളത്തിൽ അടിച്ചിട്ട് പോകുന്നു. പിന്നെ വില്ലൻ എന്താ പറയുക, ഇലക്ഷനിൽ നിൽക്കുന്നു. അതേപോലെ പണം അടിച്ചിട്ട് പോകുന്നു. ഇപ്പം തന്നെ മനസ്സിലായി ജെൻറ്റിൽമാൻ കഥയാണെന്ന്. ജെൻറ്റിൽമാൻ കഥയാണെങ്കിലും അവർ എടുത്തു വെച്ചിരിക്കുന്നത് വളരെ കുളമായിപ്പോയി. ജെൻറ്റിൽമാനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാ പൈസ അടിച്ചു മാറ്റുന്നു. ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പണം അടിച്ചിട്ട് പോകുന്നത് വന്നിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരൺ രാജ് പോലീസ് വേഷത്തിൽ വരിക. ഇതിൽ വന്നിട്ട് അടിച്ചിട്ട് പോകുന്നത് വന്നിട്ട് ശരൺ രാജിൻ്റെ പൈസയാണ്. ഇതിൽ വന്നിട്ട് ഗൗതം മേനോനാണ് നമ്മുടെ ആ എൻക്വയറി ഓഫീസറായിട്ട് വരിക. അവരുടെ എൻക്വയറി ഒന്നും അത്ര നന്നായിട്ടൊന്നുമില്ല. നമ്മളെന്താ പറയുക, നമ്മൾ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നു, അയാൾ ഒരു മൂലയിൽ നിന്നിട്ട് എൻക്വയറി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ തോന്നിയുള്ളൂ. പടത്തിൽ എന്തിനാ ഹീറോയിൻ തന്നെ മനസ്സിലായില്ല. അതല്ലാണ്ട് ഈ പടത്തിനും ഹിറ്റ്ലർ എന്ന പേരിനും എന്താ സംബന്ധമെന്ന് എനിക്കറിയത്തില്ല. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ ആദ്യം ഓർമ്മ വരിക? ഒന്ന് വന്നിട്ട് മലയാളത്തിൽ മമ്മൂട്ടി അഭിനയിച്ച പടം വരും. രണ്ടാമത് വന്നിട്ട് അല്ലെങ്കിൽ പല ലക്ഷം പേരെ പിടിച്ചു കൊണ്ടുപോയി കുറച്ച് ജയിലിലൊക്കെ അടച്ച് ചിത്രവധ ചെയ്ത് കൊന്ന ഹിറ്റ്ലറിനെയാണ് ഓർമ്മ വരിക. ഈ ഹിറ്റ്ലറിൽ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോയി ഹിറ്റ്ലറിൻ്റെ അടുത്ത് തല കൊടുത്ത് ഇന്നാ വെട്ടിക്കോ എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. വേറൊന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല. ശരി എന്നാൽ, ഓക്കെ, ബൈ.